നമ്മൾ മറന്നു പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട രാജ്യം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെ രാജ്യമായ ഈ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ നാം ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിന്റെ മാതൃഭാഷ എന്നറിയപ്പെടുന്ന നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയുടെ പിതാവ് അത് മലപ്പുറം ജില്ലയിൽ തിരൂര് ജനിച്ച തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഷയാണ്. തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവെങ്കിൽ ആ തുഞ്ചത്തെഴുത്തച്ഛനാണ് നിങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ ദുഃഖത്തിലും നിന്റെ വിഷമത്തിലും നിന്റെ സന്തോഷത്തിലും നിന്റെ ആശ്വാസത്തിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പാടി പുകഴ്ത്തുന്ന രാമായണത്തിന്റെ ശില്പി തുഞ്ചത്തെഴുത്തച്ഛനാണ്. എങ്കിൽ മലയാളികൾക്ക് രാമായണത്തിന്റെ വചനങ്ങൾ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞു കൊടുത്തുവെങ്കിൽ അങ്ങ് ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ തിങ്ങിപ്പറക്കുന്ന UP സംസ്ഥാനം, ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ തിങ്ങിപ്പറക്കുന്ന സംസ്ഥാനമായ UP സംസ്ഥാനത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തുളസീദാസ് എന്നായിരുന്നു. തുളസീദാസ് പറയുന്നുണ്ട്, ദൂത് കഹോ, അവധൂത് കഹോ, രജപുത്ത് കഹോ, യഹാനി കഹോ. നിങ്ങൾ എന്നെ ദൂതനെന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കിയാലും അവധൂതനെന്ന് വിളിച്ചെന്നെ നിങ്ങൾ പരിഹസിച്ചാലും നീചമായ നികുട്ടമായ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾ തേജോവധം ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചാലും ഈ രാമായണത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ ഞാൻ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചതും എന്റെ ആശ്രയവും എന്റെ ഊണും എന്റെ ഉറക്കവും എന്റെ എല്ലാം മസ്ജിദ് മേ ഉഠായേ 5 നേരം പരിശുദ്ധമാക്കപ്പെട്ട ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വിളികൾ കേട്ടുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് പഞ്ചപുച്ഛ മടക്കി വെച്ചുകൊണ്ട് വിനീത വിധയനെ പോലെ പഞ്ചപുച്ഛ മടക്കി വെച്ചുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുന്ന 100 കണക്കിനോളം മുസ്ലിം സഹോദരങ്ങൾ വന്നു ചേരുന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ തിരുമുറ്റമാണ് എനിക്ക് ഈ രാമായണങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ മറന്നുപോയു? നമ്മുടെ പൂർവ്വസൂരികളൊക്കെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും നമ്മുടെ രാജ്യത്തിനെ കെട്ടിപ്പടുത്തുയർത്തിയപ്പോൾ നമ്മൾ വളർന്നു വന്നപ്പോൾ കാലം മാറിയപ്പോൾ കോലം മാറി എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം മാറി. ആ സ്നേഹം പോയു, ഐക്യം പോയു, സന്തോഷപൂരിതമായ ജീവിതം ഉണ്ടായിരുന്നു. ജാതി ഏതായാലും മതമേതായാലും വർഗമേതായാലും വർണ്ണമേതായാലും മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള മനസാന്നിധ്യമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയു. അതുകൊണ്ട് തന്നെയാണ് നാൽക്കാല മൃഗത്തെ കഴിച്ചതിന്റെ പേരിൽ മനുഷ്യനെ തെരുവ് നായകളെ തല്ലിക്കൊള്ളുന്നത് പോലെ തല്ലിക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയമുള്ള അമ്മമാരോട്, എന്റെ പ്രിയമുള്ള അച്ഛന്മാരോട് നമുക്ക് ഈ രാജ്യത്തിന്റെ പഴയ ഐക്യവും സ്നേഹവും നമുക്ക് വീണ്ടെടുക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പഴയ സ്നേഹവും ഐക്യവും നമുക്ക് വീണ്ടെടുക്കണം. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുമ്പോൾ നമുക്ക് അസ്വാരസ്യങ്ങൾ വരാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്നുകൊണ്ട് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ എന്തിനാണ് ഈ ബാങ്ക് വിളിക്കുന്നതെന്ന് ഒരു മതത്തിന്റെ ആചാരത്തിനെയും അനുഷ്ഠാനത്തിനെയും പ്രാർത്ഥനയും പുറങ്കാലുകൊണ്ട് തട്ടുന്ന ഒരു സംസ്കാര ശൂന്യമായ വർഗീയതയുടെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചേരാൻ പാടില്ല. നമ്മുടെ വീടിന്റെ അടുക്കെയുള്ള പള്ളിയിൽ നിന്നുകൊണ്ട്, ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നുകൊണ്ട് മണിയുടെ മുഴക്കം കേൾക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അടിക്കുന്നതെന്നുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അറിയാതെ പോലും വരാൻ പാടില്ല. എല്ലാ ദിവസവും പള്ളിയിൽ നിന്നുകൊണ്ട് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ആ സമയത്ത് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഒരു വാക്യം കേൾക്കും. ഇവിടെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാത സമയത്ത് പള്ളിയിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുമത്രേ. സുബഹിയുടെ ബാങ്ക് പ്രഭാത സമയത്ത് വിളിക്കുമ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ എഴുന്നേക്ക്, നിസ്കരിക്കാൻ സമയമായി, ബാങ്ക് വിളിച്ച് എഴുന്നേക്കെന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉറങ്ങാൻ വല്ലാത്ത സുഖമ. മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങുന്ന മാസ്മരികമായ മനോഹാരിതയിൽ വീണ്ടും വല്ലാത്ത കുളിർമഴകൾ കൊണ്ട് വല്ലാതെ തണുത്ത് കിടക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി പുതച്ച് കിടന്നുകൊണ്ട് ഉറങ്ങാൻ ഭയങ്കരമായ രസമാണ്. ആ സമയത്ത് വീണ്ടും കിടന്ന് ഉറങ്ങും അത്രേ. വീണ്ടും രണ്ടാമത് വിളിക്കുന്ന സമയത്ത് വീടിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഏകദേശം 100 മീറ്റർ അപ്പുറയുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സുപ്രഭാതത്തിന്റെ വാക്കുകൾ കേൾക്കും അത്രേ. പള്ളിയിൽ നിന്നുകൊണ്ട് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സുപ്രഭാതത്തിന്റെ ഈരടികൾ കേൾക്കും. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്യകം ഉത്തിഷ്ഠോ ഉത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമല കാന്ത ത്രൈലോക്യം മംഗളം ഗുരു. ഇതൊരു വിദ്യാലയത്തിന്റെ ഉള്ളിൽ പോയിരുന്നു കൊണ്ട് പാഠപുസ്തകത്തിന്റെ വരികളുടെ ഇടയിൽ പോയി കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് മനനം ചെയ്ത കാണാതെ പഠിച്ച വാക്കല്ല ഇത്. എല്ലാ ദിവസവും പ്രഭാത സമയത്തിൽ എഴുന്നേൽക്കുന്ന സമയത്ത് വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന സുപ്രഭാതത്തിന്റെ വചനങ്ങളും അന്നൊന്നും ഹൃദയത്തിന് വല്ലാത്ത വർഗീയതയുടെ ചിന്തകൾ കടന്നു വന്നില്ല. ഇതെന്തിനു വേണ്ടി ഇത് വെക്കുന്നെന്ന് ചോദിച്ചിട്ടില്ല. എന്തിനാണ് ഈ ഉറങ്ങുന്ന സമയത്ത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുവാൻ വേണ്ടി ഈ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് ആരും ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ഇന്നതൊക്കെ മാറി. ഇന്നെല്ലാത്തിനെയും വർഗീയമായി ചിത്രീകരിക്കുന്ന കാലഘട്ടം. എന്ത് കണ്ടാലും അതെല്ലാം വർഗീയപരമായി പറയുന്ന കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട അമ്മമാരോടും എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും നമുക്ക് നമ്മുടെ ഈ മഹത്തരമായ രാജ്യത്തിന്റെ പൈതൃകത്തെ വീണ്ടെടുക്കുക